കോഴിക്കോട് നഗരത്തിന്റെ വികസന നായകനും ജനകീയനുമായ പൊതുപ്രവർത്തകനാണ് എ പ്രദീപ് കുമാർ. 3 തവണ MLA ആയി നിയമസഭയിലെത്തിയ പ്രദീപ് കുമാർ മികച്ച പാർലമെന്റേറിയനായി മികവ് തെളിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മുന്നേറ്റം സാധ്യമാക്കിയ പ്രിസം പദ്ധതിക്ക് വലിയ അംഗീകാരം ലഭിച്ചു. കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി. നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം. പുതിയ ചുമതല വലിയ ഉത്തരവാദിത്വമെന്ന് എ പ്രദീപ് കുമാർ പറഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 3ാം ഊഴത്തിലേക്ക് ഈ സർക്കാർ പോവുകയാണ്. നമ്മളാരെങ്കിലും ഒരു അവകാശവാദമായിട്ട് പറയുന്നതല്ല, സമൂഹം അംഗീകരിച്ചതാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സുനിശ്ചിതമായിട്ടുള്ള 3ാം ഊഴത്തിലേക്ക് കുതിക്കുന്നൊരു സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു. ആ സർക്കാർ നേരത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുമതല വഹിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുന്നു. നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനായാണ് പൊതുരംഗത്ത് സജീവമായത്. SFI സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, DYFI സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകൾ വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റവും അതിനായി വാസ്തുശില്പകലയുമായി സമന്വയിപ്പിച്ച വേറിട്ട ചിന്ത എന്നിവ മുൻനിർത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് ഹോണററി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. രാജ്യത്താദ്യമായി ഒരു പൊതുപ്രവർത്തകന് IIA ഹോണററി ഫെലോഷിപ്പ് ലഭിച്ചത് എ പ്രദീപ് കുമാറിനാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.